മതി ഓണായി. നമസ്കാരം. തിരുവനന്തപുരം ബുക്ക് പ്രസ് ക്ലബിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, മാന്യസ്നേഹിതർ ശ്രീ പ്രവീൺ, ശ്രീ കോവളം സതീഷ് കുമാർ, ശ്രീ ബിനീഷ് അടക്കമുള്ള പ്രിയപ്പെട്ട ഭാരവാഹികളെ, ഏറെ പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരുപാട് സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് നിങ്ങളെ ഈ നിമിഷം അഭിമുഖീകരിക്കുന്നത്. കേരളത്തിൽ ഒരു പുതിയ പിറവി എന്ന ലക്ഷ്യവുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് 2 മാസം കഴിയുമ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അതിനുമപ്പുറത്തേക്ക് ദീർഘകാല വീക്ഷണത്തോടുകൂടി എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യങ്ങൾ, വകുപ്പുകളുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഏറ്റവും മഹനീയമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യതിയാനങ്ങളെ അതിവേഗം ഉൾക്കൊള്ളുകയും എല്ലാ കാര്യങ്ങളുടെയും നന്മകൾ ഉൾക്കൊണ്ട് തിന്മകളെ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് പോകുന്ന ഒരു ശൈലിയാണ് ശരാശരി മലയാളിക്കുള്ളത്. ഞങ്ങളുടെ വകുപ്പ്, എനിക്ക് അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ തൊഴിൽ വകുപ്പും വനിതാ ശിശുക്ഷേമവും ക്ഷീരവികസനവും മൃഗസംരക്ഷണവുമാണ് പ്രധാനപ്പെട്ടത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ മേഖലകൾ എന്ന് പറയുന്നത് ജനങ്ങളുമായി ഏറെ അടുത്ത് നിൽക്കുന്ന മേഖലയാണ്. തൊഴിൽ വകുപ്പും വനിതാ ശിശുക്ഷേമവും എല്ലാ വകുപ്പുകളെ കുറിച്ച്, പ്രത്യേകിച്ച് വനിതാ വകുപ്പിനെ കുറിച്ച് കൂടുതൽ ഇടപെടലുകൾ വനിതാ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിയ കാലഘട്ടങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും മൃഗസംരക്ഷണം അടക്കമുള്ള ക്ഷീരവികസന വകുപ്പുകളെ കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിലിടപെടൽ ഉണ്ടാകും എന്നുള്ളതിനപ്പുറത്തേക്കില്ലായിരുന്നു. പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കിയതിൽ ഇതൊക്കെ തന്നെ, പ്രത്യേകിച്ച് ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടു. തൊഴിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ തൊഴിൽ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിനൊടുവിൽ ലോകത്തെ തൊഴിലാളി വർഗം, ഇന്ത്യയിലെ തൊഴിലാളി വർഗം, കേരളത്തിലെ തൊഴിലാളി വർഗം നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം, AI അടക്കമുള്ള സാങ്കേതിക വിദ്യകളുടെ വരവ്, ഇതൊക്കെ ഈ മേഖലയിൽ ഒരുപാട് ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് പോലും പലയിടങ്ങളിലും ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അങ്ങനെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്താണ് ഇതിന്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നത്. പക്ഷെ ആ സങ്കീർണതകൾ എന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല. നിയമത്തിന്റെയും സാമൂഹ്യ സുരക്ഷിതത്തിന്റെയും ഒക്കെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പരമാവധി പ്രശ്നങ്ങൾ എംപ്ലോയറെയും എംപ്ലോയീസിനെയും ഒരുപോലെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു തൊഴിൽ വകുപ്പിനാണ് നമ്മൾ ഉറപ്പ് നൽകുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സുരക്ഷിതത്തിനെ കുറിച്ച് പതിറ്റാണ്ടുകളായി നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നതാണ്. ഞാൻ അടക്കമുള്ളവർ, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളുടെ ഒക്കെ വിഷയങ്ങൾ മുൻകാലങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും അസംഘടിത മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതെ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ, സർക്കാർ പദ്ധതികളെ കുറിച്ച് പരിശോധിച്ചാൽ നിരവധിയായ പദ്ധതികൾ ഇത്തരം മേഖലകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഫലപ്രദമായി മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കുറവാണ് എന്നതാണ് ബോധ്യം. ഈ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി വകുപ്പ് പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഓണക്കാലമാണ് വരാൻ പോകുന്നത്. ഒരുപാട് എല്ലാവരും കേരളത്തിലെ, ലോകമെമ്പാടുമുള്ള മലയാളി, പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ മുഴുവൻ ഓണം എന്ന് പറയുന്നത് മറ്റെല്ലാം മറന്ന് അതിലേക്ക് നമ്മൾ ആകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം വളരെ കാര്യക്ഷമമാക്കേണ്ട ഒരു സമയം കൂടിയാണ്. എൻഫോഴ്സ്മെന്റ് വകുപ്പ് തലത്തിൽ നിർദ്ദേശം കൊടുത്തുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും അത്യാവശ്യം ജീവനക്കാരുടെ പ്രൈമറി നീഡ്സ്, അവരുടെ എല്ലാ അവകാശങ്ങളും, ആവശ്യങ്ങൾ, മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ടെക്സ്റ്റൈൽസിലടക്കം പരിശോധനയും കാര്യങ്ങളും ഒക്കെ ശക്തമായി ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലാളികൾ, ലയങ്ങളിലൊക്കെ താമസിക്കുന്ന തൊഴിലാളികളുടെ ജീവിത സാഹചര്യം നേരിട്ട് പോയി, ഗവിയിലൊക്കെ ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. മുമ്പ് നമുക്കറിയാവുന്ന ഇടുക്കിയിലൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ
പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നിർദ്ദേശങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഗീഗ് തൊഴിലാളികൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ സാമൂഹ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിട്ടുള്ളതാണ്. അവർക്ക് കാര്യമായൊരു പരിഗണന കിട്ടുന്നില്ല. അവർക്ക് ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അവർക്കുള്ള ഇരിപ്പിടങ്ങളും വിശ്രമ മുറികളും ചാർജിംഗ് സ്റ്റേഷനും ഒക്കെ നടപ്പാക്കുന്ന നൂറുദിന കർമ്മ പദ്ധതിയിൽ തന്നെ അത് ഉൾപ്പെടുത്തി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 3 പ്രധാന സിറ്റികളിൽ ആദ്യം തുടങ്ങുന്നു. അതിനുള്ള സ്ഥലമൊക്കെ കണ്ടെത്തി കഴിഞ്ഞു. ആ വർക്ക് തുടരുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സുരക്ഷിത പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഹർദിൻ സുരക്ഷിത് എന്ന രീതിയിൽ ഉള്ള ഹിന്ദി ഭാഷയിൽ തന്നെ പലർക്കും മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചെടുക്കുന്നതാണ്. മലയാളമൊക്കെ പഠിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് പറ്റുകയില്ല. അവരുടെ ഭാഷയിൽ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുവാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൊട്ടടുത്ത ദിവസം കൊല്ലത്ത് വെച്ച് നടക്കുകയാണ്. അതുപോലെ ഫാക്ടറി തൊഴിലാളികൾക്ക് വിപുലമായ ആരോഗ്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പുകളും സർവേയും എല്ലാ കാര്യത്തിലും ഡേറ്റാസ് ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം. ഇപ്പം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം പറയുകയാണെങ്കിൽ എവിടെയൊക്കെയോ ഡേറ്റാസ് ഉണ്ട്, പക്ഷെ ഒരിടത്തും പൂർണ്ണമല്ല. ആരോഗ്യ വകുപ്പിനുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്, തൊഴിൽ വകുപ്പിനുണ്ട്, ആഭ്യന്തര വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം പോർട്ടൽ ഇവർക്ക് വേണ്ടി ആരംഭിക്കുകയാണ്. ചില തൊഴിലാളികളൊക്കെ വരും, കുറച്ച് കഴിയുമ്പോൾ തിരികെ പോകുന്നവരും വരുന്നവരും ഒന്നും കണക്കില്ല. ഈ അടുത്ത സമയത്ത് കൊല്ലത്തൊക്കെ ബംഗ്ലാദേശി പൗരന്മാരും പിടിച്ചപ്പോൾ അതുപോലെ സംബന്ധിച്ച് ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റു വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാന ഐക്യ വകുപ്പിന്റെ സഹായത്തോടു കൂടി യൂണിഫോം പോർട്ടൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപകടരഹിത തൊഴിലിടം വ്യവസായശാലകളിൽ തത്സമയ പരിശോധന നടത്തിക്കൊണ്ട് അപകടം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതും ചെയ്യുന്നുണ്ട്. അതുപോലെ വ്യവസായ സൗഹൃദ ലൈസൻസിങ്, അത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ മൊത്തത്തിൽ ആ ഒരു പദ്ധതി പരിഷ്കരിച്ച് CM പറഞ്ഞിട്ടുണ്ടാകും. ഒരു നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ ലൈസൻസിന് പോയാൽ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ അപേക്ഷകൾ കെട്ടിക്കിടന്ന് എത്രയോ വകുപ്പുകളിൽ പോയി പിന്നെ വീണ്ടും തിരികെ വന്നു. അത് ഒരുപാട് സമയമെടുക്കുകയും ഒക്കെ പ്രശ്നം. വ്യവസായ സൗഹൃദ നാട് എന്ന നിലയിൽ തന്നെ അത്തരമുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ചുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങളുണ്ട്. അതോടൊപ്പം ഒരുപാട് ഫാക്ടറികൾ അൺരജിസ്റ്റേർഡ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് അൺരജിസ്റ്റേർഡ് ഫാക്ടറികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള വോളണ്ടറി ആയിട്ടും അല്ലാതെ നിർബന്ധപൂർവ്വം ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അങ്ങനെ വിവിധ ശ്രദ്ധയിൽ വരുന്നപ്പോൾ വകുപ്പ് മന്ത്രിയെ ചുമതലയേറ്റതിനു ശേഷം ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയി മുമ്പിൽ വന്നത് സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ വളരെ ഫലപ്രദമായി ഇടപെട്ട് സമൂഹത്തിന്റെ ശ്രദ്ധയും വ്യവസായികളുടെയും അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെയും ഒക്കെ ശ്രദ്ധ അതിൽ കൊണ്ടുവരുന്നതിൽ ഏറ്റവും നന്നായി പങ്കുവച്ചതിന് ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ആ വിഷയത്തിൽ ഒരു US ബേസ്ഡ് കമ്പനി ആയിരുന്നിട്ട് കൂടി വളരെ കർശനമായ നിലപാട് ജീവനക്കാർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് തൊഴിൽ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പരമാവധി ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. ലേബർ കോഡ് എന്ന വിഷയം നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. ആ ലേബർ കോഡ് വന്ന് 2020 പാസ്സാക്കിയ ഉടനെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ ഡ്രാഫ്റ്റ് റൂൾസ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. 2021 ഡിസംബറിൽ തന്നെ അത് പുറത്തിറക്കി. തുടർന്ന് ചർച്ചകളും കാര്യങ്ങളും കമ്മിറ്റി അപ്പോയിന്റ്മെന്റും ഒക്കെ നടന്ന നിർദ്ദേശങ്ങൾ മുമ്പിലുണ്ട്. ഇപ്പൊ ഫൈനൽ റൂൾസ് പ്രസിദ്ധീകരിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് 2026 മെയ് 8-ാം തീയതി കേന്ദ്ര സർക്കാർ ഫൈനൽ റൂൾസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഫൈനൽ റൂൾസ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ പൂർത്തിയാക്കി നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒരുപാട് ആശങ്കകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷന് ശേഷം മാത്രമേ നടക്കാം. പ്രാഥമിക ചർച്ചകൾ എൻ്റെ നേതൃത്വത്തിൽ നടന്നു. അതിനുള്ള രൂപരേഖകളും ഫൈനൽ റൂൾസിന്റെ ഡ്രാഫ്റ്റ് എല്ലാം ഞങ്ങൾ തയ്യാറാക്കി വെച്ചു. ഇനി CMന്റെ നേതൃത്വത്തിൽ ഒരു മറ്റൊരു ചർച്ചയും കൂടി നടത്തിയതിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ്. അതാണ് തൊഴിൽ വകുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്. വനിതാ ശിശുക്ഷേമ വകുപ്പ് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വനിതകളാണ് ജനസംഖ്യയിലുള്ളത്. വനിതകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ 0 ടോളറൻസ് എന്നത് തന്നെയാണ് സർക്കാരിന്റെ നയം. അങ്ങനെ നിരവധിയായ പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പദ്ധതികളും പരിപാടികളും ഒരുപാട് നടക്കുന്നുണ്ട് എങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടർന്നു വരുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ സ്ത്രീധന നിരോധന നിയമം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുണ്ട്. പക്ഷേ ഇപ്പോഴും സ്ത്രീധന പീഡനം അടക്ക സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ ഒരു സംസ്ഥാനത്ത്
സമഗ്രമായ ഒരു വനിതാ നയം നടപ്പിലാക്കാനുള്ള ഡ്രാഫ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള നേതൃത്വവുമായിട്ടുമൊക്കെ എല്ലാവരുമായി സംസാരിച്ച് ബന്ധപ്പെട്ട എല്ലാവരുമായി സംസാരിച്ച് എത്രയും പെട്ടെന്ന് സംസ്ഥാനത്ത് വനിതാ നയം നടപ്പിലാക്കുകയാണ്. വനിതാ നയത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഒരു പെൺകുഞ്ഞിന്റെ ജനനം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പഠനം, ജീവിത നിലവാരം, തൊഴിൽ, സഞ്ചാരം, പൊതുവിടങ്ങളിൽ സുരക്ഷയും മികച്ച ജീവിത നിലവാരവും വേണ്ട അതിനെല്ലാം വേണ്ടുന്ന പിന്തുണ ഉറപ്പാക്കുന്ന നിലയിലുള്ള ഒരു വനിതാ നയമാണ്. അതിൽ ഊന്നൽ നൽകുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് തന്നെയാണ്. അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, യുവതികൾ, അവരുടെ തൊഴിൽ, കുടുംബം, ആരോഗ്യം, വയോജനങ്ങൾ എന്നിങ്ങനെ സമഗ്ര എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് വനിതാ നയം. അതോടൊപ്പം അംഗൻവാടിയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശിശു നയം നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, നമ്മൾ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ സുരക്ഷിത ചിന്തയായി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് ഒരു കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് അതിൻ്റെ അമ്മയുടെ കയ്യിലാണ്, അതിൻ്റെ അച്ഛൻ്റെ കയ്യിലാണ്. പക്ഷേ വർത്തമാന കാലത്തിലെ കേരളത്തിലെ ഓരോ സംഭവങ്ങളും പെറ്റമ്മയുടെ മടിയിൽ പോലും കുഞ്ഞ് സുരക്ഷിതമല്ല എന്നുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. ചുരുക്കം ചില കേസുകളിലാണ് അങ്ങനെ വരുന്നതെങ്കിൽ പോലും അത് ഒരിടത്ത് പോലും സംഭവിച്ചുകൊണ്ട എന്നാണ് സർക്കാരിന്റെ നയം. നെടുമങ്ങാട് കുഞ്ഞി ഒരു കണ്ണീരോർമ്മയെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ എത്രയോ കുഞ്ഞ് ആ പിഞ്ചു ശരീരത്തിൽ 90 പരം മുറിവ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത്. ഇങ്ങനെ കഴിയുന്ന 1.5 വയസ്സേ ഉള്ളൂ കുഞ്ഞ്. അങ്ങനെ ഓരോ സംഭവങ്ങളും പല സംഭവങ്ങളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവർക്ക് പറയാനോ പ്രവർത്തിക്കാനോ ആവശ്യപ്പെടാനോ കഴിയില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സർക്കാർ തന്നെയാണ് ആ കാര്യം വളരെ ഗൗരവത്തോടെ കൊണ്ടുപോകുന്നത്. ഒരു കുഞ്ഞൊരു കുടുംബത്തിൽ ജനിച്ചാൽ ആ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും മാത്രമല്ല, ഈ സമൂഹത്തിന്റെ സ്വത്താണ് ആ കുഞ്ഞ്, ഈ നാടിന്റെ ഭാവിയാണത്. അതുകൊണ്ട് നേരത്തെ വനിതകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഓരോ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ കരുതലോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അംഗൻവാടിയിലെ കുട്ടികൾക്ക് ത്രൈമാസ പരിശോധന, ആരോഗ്യ പരിശോധനയ്ക്ക് ഉള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് ആർത്തവ കപ്പുകൾ വിതരണം ചെയ്യാൻ പാടുകൾ അടക്കമുള്ള ലഭ്യമാക്കുവാനുള്ള സ്ഥലങ്ങളിലടക്കം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നമുക്കറിയാം, പറയുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഏറ്റവും വലിയ പ്രശ്നമാണ് പൊതുവിടങ്ങളുടെ ശുചിമുറികളുടെ അഭാവം കൊണ്ട് സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. കൂടി ഇത് പറയാറുണ്ട്, പക്ഷെ കാര്യത്തിൽ നടക്കാറില്ല. അഥവാ ഇത് തുടങ്ങിയാൽ തന്നെ തുടങ്ങുന്ന വേഗതയിൽ തന്നെ അവസാനിക്കുന്ന അടച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ സാനിറ്ററി പാഡ് വെൻഡിങ് മെഷീനുകളും പാഡ് ഇൻസിഡക്റ്റുകളും പൊതുസ്ഥലങ്ങൾ സ്ഥാപിക്കും. ശുചിമുറികളും അടക്കമുള്ളതും കൺസേൺ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് സ്ഥാപിക്കും. അതുപോലെ പീഡനം നേരിട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭക്ഷണം, പാർപ്പിടം, കൗൺസിലിംഗ്, ആരോഗ്യ പരിരക്ഷ, തൊഴിലവസരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിന് നടപടികളും പദ്ധതികളും ഒക്കെ സർക്കാരിൻ്റെതായിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ആധുനികവൽക്കരിച്ച് ഉത്തമന്റെ രീതിയിൽ തീർച്ചയായും ഈ സർക്കാർ നടപ്പിലാക്കും. വ്യവസായ പാർക്കുകളിലും മറ്റും പല സ്ഥലങ്ങളിലും കേരളത്തിന് ഒരു ക്രഷ് പോളിസി വരേണ്ടതായിട്ടുണ്ട്. ഞാനെന്ന കുഞ്ഞ് ജനിച്ചപ്പോൾ എൻ്റെ അമ്മ ഒരു കശുവണ്ടി തൊഴിലാളി ഈ ഫാക്ടറി ജോലി ചെയ്യാം. പക്ഷെ അവിടെയും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കാനൊരു സ്ഥലം. ഇപ്പൊ പലയിടത്തും പല അമ്മമാരും, യുവതികളായ അമ്മമാർ നമ്മളോട് വ്യക്തിപരമായി മന്ത്രി എന്ന നിലയിലും പരാതിപ്പെടുന്നു. 6 മാസം കുഞ്ഞിനെ നോക്കാൻ, അതും 6 മാസം പലയിടത്തും കൊടുക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു. കർശനമായി അത് നടപ്പാക്കണമെന്ന് പറയുന്നത് നിയമം എന്ന് പറയുന്നത് 6 മാസത്തെ മെറ്റേണിറ്റി ലീവാണ്. പല സ്വകാര്യ സ്ഥാപനങ്ങളിലും അത് നടത്തുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അത് കർശനമായി നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് അമ്മ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിന്റെ സുരക്ഷിതത്വം, കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വീട്ടിൽ ആളില്ലാത്ത സാഹചര്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു പോളിസിയും കൂടി കൊണ്ടുവന്ന് അതും ഉറപ്പാക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വ്യവസായ പാർക്കുകളിലും പ്രധാന പട്ടണങ്ങളിലും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കുട്ടികൾക്കായി നഴ്സറി സൗകര്യങ്ങൾ, അത്തരത്തിൽ ക്രഷ് സൗകര്യങ്ങളോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക കുറ്റകൃത്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ പീഡനങ്ങളും ഒക്കെ തടയാനുള്ള ശക്തമായ നിയമങ്ങൾ ഉള്ളത് നടപ്പിലാക്കും. പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും. സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ബോൾഡായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കാറില്ല. പക്ഷേ ദുർബല മനസ്സുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിന് പിന്തുണയില്ലാത്തതോ അങ്ങനെയുള്ള പിന്തുണയില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനയും ജീവഹാനി വരെ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ പലപ്പോഴായി റിപ്പോർട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് വളരെ ഗൗരവതരമായി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റവും കൂടുതൽ മൃഗസംരക്ഷണം ഇന്ന് ഉപജീവന മാർഗമായി വീണ്ടും കൂടുതൽ ആളുകൾ മൃഗങ്ങളെ വളർത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്.
എല്ലാ കന്നുകാലികളെയും ന്യായമായ വിലയ്ക്ക് ഇൻഷുർ ചെയ്യണമെന്ന് നടപടി ആരംഭിച്ചു. കാരണം മന്ത്രിയായ ശേഷം ഏറ്റവും കൂടുതൽ പരാതി കിട്ടിയത് പെട്ടെന്ന് ഒരു ഉപജീവന മാർഗമായ ഒരു കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പശു അല്ലെങ്കിൽ കന്നുകാലി പെട്ടെന്ന് അങ്ങ് ചത്തു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറേ രൂപ നഷ്ടമാകും, ജീവിതമാർഗവും നിലച്ചു പോകും. അങ്ങനെ അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന പദ്ധതികളുണ്ട്. കന്നുകുട്ടി പരിപാലനത്തിന് ഉള്ള പദ്ധതികൾ വളരെ സാർവത്രികവും ശാസ്ത്രീയവുമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. താറാവ് കർഷകരെ നമുക്കറിയാം, ഓരോ സമയത്തും ഈ താറാവ് കർഷകരുടെ പ്രശ്നങ്ങൾ, പെട്ടെന്ന് രോഗം വ്യാപിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന പദ്ധതികൾ, അതോടൊപ്പം തെരുവ് നായ്ക്കൾ അടക്കമുള്ള പ്രശ്നങ്ങൾ LSDD വകുപ്പുമായി ഞങ്ങൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. വന്ധ്യകരണത്തിന് വാക്സിനേഷൻ ഡ്രൈവുകൾക്കുമായുള്ള മൊബൈൽ ആനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റുകൾ കൂടി സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ എല്ലായിടത്തും നമുക്കറിയാം പെറ്റ് ഡോഗ്സ് മുൻകാലത്തേക്കാൾ കേരളത്തിൽ ഇപ്പം പെറ്റ് ആനിമൽസ് സാർവത്രികമായിക്കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി പെറ്റ് ആനിമൽസിന് വേണ്ടി കൂടി ഒരു പോളിസി കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പ് കേരളം കനികണ്ടുടരുന്ന നന്മയാണ് മിൽമ എന്ന പരസ്യവാചകം നമ്മുടെ ഹൃദയത്തിലേറെയുണ്ട്. പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പൊ 70,000 ലിറ്റർ പാലാണുള്ളത്. 1 കോടി ലിറ്റർ പാലാക്കാൻ 3 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ. പാൽ ഉൽപാദനം സ്വയം പര്യാപ്തമാക്കണം. തീറ്റപ്പുല്ല് കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പശുക്കൾ കന്നുകാലികൾക്കുള്ള തീറ്റ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് എല്ലാ സബ്സിഡികളും ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ചുരുക്കത്തിൽ ക്ഷീരകർഷകരും ക്ഷീര സഹകരണ പ്രസ്ഥാനങ്ങളും ബന്ധപ്പെട്ട് ക്ഷീരകർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനുള്ള സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ തന്നെ, സോഫ്റ്റ്വെയർ സംവിധാനമാണെങ്കിൽ മാത്രമേ കുറ്റമറ്റ രീതിയിൽ നടത്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും ഒരു നൂതന വിഷനോടുകൂടി ഏൽപ്പിക്കപ്പെട്ട വകുപ്പുകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഒപ്പം നിർദ്ദേശങ്ങളും ക്ഷണിക്കും. നടക്കുന്നുണ്ട്. അതുകൂടാതെ വകുപ്പ് തല അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടർ ഷീബ കമാലിന്റെ ഉദ്യോഗസ്ഥരെ, കാരണം ഇതൊരു ഡീപ്പായിട്ടുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. സ്വാഭാവികമായി ദേവസ്വം വകുപ്പിന് കൂടി, ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടി ഇതിൽ പങ്കുണ്ട് എന്ന സാധ്യത, കാരണം അല്ലാതെ മിൽമ ജീവനക്കാർക്ക് മാത്രമായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ. നെയ്യ് വില കൂട്ടി, ക്വാളിറ്റിയും കുറഞ്ഞു. അത് വളരെ ഗുരുതരമായ തെറ്റാണ്. ശബരിമല അയ്യപ്പ സ്വാമിയുടെ നെയ്യഭിഷേകം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പരിശുദ്ധമായി നടത്തേണ്ടതാണ്. അവിടെ ആ നെയ്യിൽ തിരിമറി നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ നിരവധിയായ വിഷയങ്ങൾ ഇത് സംബന്ധിച്ചുകൊണ്ട് ആ മിൽമയുടെ പ്രവർത്തനങ്ങളുടെ അന്വേഷണ വിവരങ്ങൾ കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി കമ്മിറ്റി ചുമതലപ്പെടുത്തി. സ്വാഭാവികം ഉണ്ടാവുമല്ലോ. ഭരണസമിതി അറിയാതെ പോകാൻ യാതൊരു സാധ്യതയുമില്ല. അത് വളരെ വിചിത്രമായി എനിക്ക് തോന്നിയത്, മിൽമയുടെ തിരുവനന്തപുരം മേഖല യൂണിയൻ പിരിച്ചുവിട്ടതിന്റെ അടുത്ത ദിവസം അവരുടെ ഭാരവാഹികൾ പറയുന്നത് അഴിമതിയൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ. അവരങ്ങനെ പറഞ്ഞില്ല. ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നടത്താൻ പറ്റില്ലല്ലോ. ഇവരുടെ അറിവോടും സമ്മതത്തോടും കൂടി അല്ലാതെ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കില്ല എന്ന് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അന്വേഷണത്തിന് ശേഷം കൃത്യമായി വിവരം പറയാം. പ്രധാന വിഷയം എന്ന് പറയുന്നത് ലേബർ കോഡ് ഇപ്പോ യാഥാർത്ഥ്യമായി രാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കി. കൺകറന്റ് ലിസ്റ്റിലാണ് തൊഴിലെങ്കിലും സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടിന് ഓവർറൂൾ ചെയ്യാനുള്ള പരിമിതികളുണ്ട്. അതും ഒരു ഭാഗം. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ തൊഴിൽ സംസ്കാരം എന്ന് പറയുന്നത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഈക്വൽ സ്റ്റാറ്റസോടുകൂടി പോകുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് ഇഷ്യൂ നേരത്തെ സൂചിപ്പിച്ചടക്കമുള്ള ഇഷ്യൂസും ഉണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു ചർച്ച കൂടി മന്ത്രി ലെവലിൽ ചർച്ചകൾ പൂർത്തിയായി. ഇനി മുഖ്യമന്ത്രിയുടെ ലെവലിൽ ഒരു ചർച്ചകൾക്ക് ശേഷം അത്തരം നടപടികൾ ഒരു ചർച്ചയും കൂടി, ഒരു സമഗ്രമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ പ്രാഥമികമായ ചർച്ചകൾ നടത്തി ഒരു രൂപരേഖ ഉണ്ടായിട്ടുണ്ട്. ഫൈനൽ ചർച്ചയ്ക്ക് ശേഷം കൃത്യമായ വിവരങ്ങൾ പറയാം. തടയിടാനുള്ള മാർഗങ്ങൾ ശാസ്ത്രീയമായി തന്നെ വകുപ്പ് ആരംഭിക്കുന്നുണ്ട്.
അതൊരു വലിയ വിഷയമാണ്. നേരത്തെ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഈ പറയുന്ന ഒരു പാല് മായം കലർന്ന് പിടിക്കുമ്പോൾ അപ്പോൾ ഒരു നടപടി ഉണ്ടാകും, പിന്നെ അതില്ല, പിന്നെയും ഇത് വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സമഗ്രമായി അത്തരം ആ വിഷയത്തെ വകുപ്പ് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതെ, ഓണം വരുന്നത് ഇനിയിപ്പോൾ അത് ഏറ്റവും വലിയ വിഷയമാണ്. ഗവൺമെന്റ് എതിരല്ല, മറിച്ച് രണ്ടും ഇല്ലാതെ നമ്മുടെ നാടിന് മുന്നോട്ട് വന്നു. പറഞ്ഞല്ലോ, എംപ്ലോയർ ഫ്രണ്ട്ലി ആൻഡ് എംപ്ലോയി ഫ്രണ്ട്ലി. അത് ഒരു നിർദ്ദേശം IT വകുപ്പിന് തൊഴിൽ വകുപ്പ് കൊടുത്തിരിക്കുന്നത്. ഒരു ഞങ്ങളുടേതായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഓഫീസ് വെൽനസ് പോളിസി വേണം. നിർബന്ധമായും കേരളം എംപ്ലോയർ ഫ്രണ്ട്ലി അല്ല എങ്കിൽ ഒരു വ്യവസായം വരത്തില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നത് അതിനാണ്. നിർബന്ധമായി വ്യവസായങ്ങൾ ഇവിടേക്ക് വരണം. അതും അവിടുത്തെ ജീവനക്കാരുടെ അവകാശങ്ങളും സംരക്ഷിക്കണം. അത് ഈക്വലായിട്ട് തന്നെ നമ്മളോടിപ്പം ഈ ഇടത്തെ കണ്ണാണോ വലത്തെ കണ്ണാണോ വേണ്ടുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് കണ്ണും ഒരുപോലെ ഉണ്ടായാലേ പറ്റും. IT വകുപ്പിന്റെ കൃത്യമായ നിലപാട് നമുക്കറിയാലോ. വ്യവസായങ്ങൾ കൊണ്ടുവരണം, അവിടുത്തെ ജീവനക്കാരെ, അത് ആരും തമ്മിലൊരു ക്ലാഷ് ഇല്ല. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലേക്ക് വ്യവസായങ്ങൾ കൊണ്ടുവന്നാലല്ലേ നമ്മുടെ ആൾക്ക് ജോലി കിട്ടും. വ്യവസായം വരാതെ നമ്മൾ ജീവനക്കാരുടെ അവകാശം എവിടെയിട്ട് സംരക്ഷിക്കും? അതുകൊണ്ട് വളരെ കൃത്യമായി എംപ്ലോയി ഫ്രണ്ട്ലിയുമായിട്ടുള്ളൊരു നയവുമായി ഗവൺമെന്റിന് മൊത്തത്തിൽ മുന്നോട്ട് പോകാൻ. തീർച്ചയായും കേരള സർക്കാരിനെ സംബന്ധിച്ചും നമ്മൾ UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആദിവാസി ദളിത് മേഖലകളിൽ ഇത്രയും ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചതോടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ആദിവാസികളെ കുറിച്ച് ഇപ്പം അട്ടപ്പാടിയിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്ര വർഷം കൂടി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വരുന്നു. കോടിക്കണക്കിന് രൂപ അട്ടപ്പാടിയുടെ പുരോഗതിക്കായി വിലയിരുത്തി ഏതെങ്കിലും ആദിവാസി ദളിത് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ചോദിക്കുമ്പോൾ കോടികൾ ചെലവഴിച്ച് കണക്ക് പറയുന്നു. പക്ഷെ അറിയിക്കുന്ന രീതിയിൽ അനുയോജ്യമായ ആവശ്യമായ രീതിയിൽ പൂർണ്ണമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. ഞങ്ങളുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വകുപ്പ് മന്ത്രി ശ്രീമതി KA തുളസിയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി സുതാര്യമായി അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്വയം പര്യാപ്തത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ദാക്ഷായണി വായ്പാ പദ്ധതി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും എല്ലാ വകുപ്പുകളിലും ആരാണോ ഇതിന്റെ ബെനിഫിഷ്യറീസ് അവരിലേക്ക് അത് എത്തുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ സാമാന്യവൽക്കരിക്കേണ്ട എന്നുള്ളത് ഒന്നാമത്തേത്. രണ്ട്, 1 രൂപ പോലും അവരിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമല്ല. പക്ഷേ ആനുപാതികമായുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വിഷയം. UDF ഗവൺമെന്റ് കൃത്യമായി ആ കാര്യങ്ങൾ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ബെനിഫിഷ്യറീസ് ആയ ആളുകൾ എത്തേണ്ടവരിലേക്ക് കൃത്യമായി എത്തുന്നുവെന്ന് ഈ ഗവൺമെന്റ് ഉറപ്പുവരുത്തും. convene a meeting day after tomorrow for tackling this issue. അത് സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളും അമ്മമാരുണ്ട്. ഈ പബ്ലിക് ടോയ്ലറ്റ് പോലെ തന്നെ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഈ ഡയപ്പേഴ്സ് ഈ പൊതുവഴിയിൽ വലിച്ചെറിയുന്നുണ്ട്. അതുപോലെ ഡയപ്പർ സ്റ്റേഷനുകൾ ഇല്ലാത്തത് കൊണ്ട്, കാരണം നമുക്കറിയാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഉണ്ട് പല സ്ത്രീകൾക്കും. പക്ഷെ അവര് അനുഭവിക്കുന്നത് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളോട് പുറത്തു പോകുമ്പോൾ കൃത്യമായി ഡയപ്പർ സ്റ്റേഷനുകളില്ല. വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതലാണ്. അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് എന്തെങ്കിലും പദ്ധതികൾ ആവശ്യം. തീർച്ചയായും ഞങ്ങൾ നോക്കുന്നുണ്ട്. പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. ശിശുമരണ നിരക്കിൽ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡിൽ ആണ് നമ്മളെങ്കിലും പറഞ്ഞല്ലോ, ഒരു മരണം പോലും സംഭവിച്ചില്ല, ഒരു ആക്രമണം പോലും നടന്നുകൂടാ എന്നുള്ളതാണ് നമ്മുടെ നയം. അത് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ പരമാവധി സർക്കാർ ചെയ്യും. രണ്ടു മാസമായി നിയമിക്കാനായിട്ടില്ല, അല്ലെങ്കിൽ നിർദ്ദേശിച്ച ആളെ നിയമിക്കാനായിട്ട് തയ്യാറാവും. അതൊക്കെ യഥാസമയം യഥോചിതം നടക്കും. അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട.
ആയിക്കോട്ടെ, അതൊക്കെ യഥാർത്ഥത്തിൽ 2 മാസത്തിലാണ്. എന്തെങ്കിലും പേര് നിർദ്ദേശിക്കുക എന്നല്ല. അതൊക്കെ വകുപ്പ് തല കാര്യങ്ങളാണ്. അത് സർക്കാർ ആ കാര്യത്തിൽ സർക്കാർ കാര്യം പോലെ നടത്തുന്നത്, അതിൽ ആശങ്കപ്പെടേണ്ട. അതല്ല ഞാൻ ചോദിച്ചത്, ഇങ്ങനൊരു പേര് നിർദ്ദേശിക്കപ്പെട്ടു, പർട്ടിക്കുലർ പേര് പറയുന്നില്ല, അങ്ങനൊരു പേര് നിർദ്ദേശിക്കപ്പെട്ടു, അതൊക്കെ ആഭ്യന്തര കാര്യങ്ങൾ. ഓക്കെ, വേറെ വിഷയം വകുപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇല്ല, അതൊക്കെ അതിന്റെ സമയത്ത് നടന്നോളൂ. വകുപ്പിനെ സംബന്ധിച്ച് വകുപ്പുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ശ്രദ്ധ കിട്ടാത്തൊരു ഭാഗമാണ് സെക്സ് വർക്ക് എന്ന് പറയുന്നത്. പകൽ അതിനെ കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര വിമുഖത കാണിക്കുകയും രാത്രി മാത്രം സംസാരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ നളിനി ജമീല എന്ന് പറയുന്ന ഒരാളെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എല്ലാ പ്രാവശ്യവും ഓരോരുത്തർ വരുമ്പോൾ ഇന്റർവ്യൂ എടുക്കും. നിർദ്ദേശം വന്നത് എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. മാം, ഈ അംഗൻവാടി എന്നൊരു ടീച്ചർ പോയപ്പോൾ കൊല്ലപ്പെടുകയുണ്ടായി. എന്തെങ്കിലും സുരക്ഷാ നടപടികൾ എന്തെങ്കിലും ഞാനവിടെ പോയിരുന്നു. ഈ പറഞ്ഞതുപോലെ സുരക്ഷ ആ പ്രദേശത്ത് അംഗൻവാടി ജീവനക്കാരുടെ മാത്രമല്ല, ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ തന്നെ സുരക്ഷിതത്വം വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ടെല്ലാം അത് സംസാരിച്ചു. അന്ന് ഗവിയിൽ പോയി വന്നതിന് ശേഷം എല്ലാവർക്കും അത് സംബന്ധിച്ച് നോട്ടും കൊടുത്തു. അത് അങ്ങനെയുള്ള ഇടങ്ങൾ നമ്മൾ പ്രത്യേകമായി കരുതേണ്ടതാണ്. അവിടെ പുതിയ കൂടുതൽ ഗാർഡുകളെ നിർമ്മിക്കാൻ ആവശ്യമുള്ള അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അംഗൻവാടി പെൻഷനായിട്ട് 5 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല. തുച്ഛമായ തുകയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 1500 അപ്പൊ അത് 5 മാസമായി അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഓണത്തിന് മുന്നേ എന്തായാലും ഞങ്ങൾ വന്നിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. 2 മാസം കഴിഞ്ഞ് ദിവസമായിട്ടുള്ളൂ. എന്തായാലും ഓണത്തിന് മുമ്പ് കൊടുക്കാൻ പറ്റുന്നു. താങ്ക് യു. എന്തായാലും ഈ മീറ്റപ്രസിൽ നിങ്ങളോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട മന്ത്രിക്ക് പ്രസിഡന്റിന്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ ചേർന്ന മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും പ്രസിഡന്റ് ബാക്കിൽ വന്നിരിക്കുകയാണ്. UDF യോഗത്തിലുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ പിന്നാലെ നമ്മുടെ കുറച്ച് പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനങ്ങളുണ്ട്. അവരെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.